സർ, പുതിയ പ്രൊജക്ടിനെ കുറിച്ച് എന്താണ് സാറിന്റെ പുതിയ പ്രൊജക്ട്, അടുത്ത അപ്കമിംഗ് പ്രൊജക്ടിനെ കുറിച്ച്? തീർച്ചയായിട്ടും ഈ ശരിക്കും പറഞ്ഞാൽ ഈ രാത്രി ശിവരാത്രി ഒരു ഹിറ്റായപ്പോൾ തന്നെ ഒരുപാട് പേരെൻ്റെ അടുത്ത് കുറെ പേര് ആൽബത്തിന്റെ ആളുകൾ വന്നപ്പോൾ ഞാൻ പറഞ്ഞു തെറ്റിദ്ധാരണകളുണ്ട്, എനിവേ ഞാൻ ആൽബം ചെയ്യുന്നില്ല, സിനിമയെ ചെയ്യുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ സിനിമേന്റെ ആളുകൾ പിന്നെ വരികയുണ്ടായി. 4 പ്രൊജക്ട് പുതുതായിട്ട് എനിക്ക് വരുന്നുണ്ട്, 4 അതിലിപ്പോൾ ഫസ്റ്റത്തെ, അതായത് അറ്റിസിന്റെ 2ാമത്തെ വർക്ക് കാളിദാസൻ കവിത എഴുതുകയാണെന്നുള്ള വർക്കാണ്. ഒരു കോമഡി ഫിലിമാണ് ഞാൻ വിചാരിക്കുന്നത്. കോമഡി ആണെങ്കിലും ഒരു പ്രേമത്തിന്റെ ഒരു പുതിയൊരു ഡെഫിനിഷൻ എല്ലാം കൊടുത്തിട്ടുള്ള ഒരു കോമഡി ഫിലിമാണ് വിചാരിക്കുന്നത്. തീർച്ചയായിട്ടും 8 ഗാനങ്ങളുണ്ടാവും, അതും പരമാവധി വെറൈറ്റി ആയിട്ട് ചെയ്യാനാണ്. അത് 8 ഗാനങ്ങൾ അതിലുണ്ട്. 8 ഗാനങ്ങളുണ്ട്. ഞാൻ ഒരു സിനിമ ചെയ്യുകയാണെങ്കിൽ കുറച്ച് ഗാനങ്ങളും ഇതൊക്കെ ആയിട്ട് പോകണമെന്നുണ്ട്. പിന്നെ ബേസിക്കലി ഞാനിതൊന്നും എല്ലാ ജോലികളും ചെയ്യുന്നുണ്ടെങ്കിൽ എനിക്ക് ഇവയിലൊന്നും കാര്യമായിട്ടുള്ള ഞാനൊന്നുമില്ല. ഞാൻ ഇതിന് മുൻകാലങ്ങളിൽ ഒരു സിനിമ സെറ്റ് കണ്ടിട്ടില്ല. അതിൻ്റെയൊക്കെ ഒരു പോരായ്മകൾ തീർച്ചയായിട്ടും ഉണ്ടാവും. ഞാൻ പെട്ടെന്നൊരു ദിവസം ചാടിക്കറി വരികയാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ ആണെങ്കിൽ കൂടി ഓരോ പരിമിതികളും കടന്ന് ഇപ്പോൾ 2ാമത്തെ സിനിമ ചെയ്യുമ്പോൾ എനിക്ക് കുറേ ഒരു ഫൗണ്ടേഷൻ ഉണ്ട്. എനിക്ക് അറ്റ്ലീസ്റ്റ് കൃഷ്ണൻ രാധയിലൂടെ എനിക്കിപ്പോൾ ഒരു ഇമേജ് ഉണ്ട്. ഈ ഇമേജ് എനിക്ക് ചിലപ്പോൾ അതൊരു